കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നു ഗുരുവായൂരപ്പനെന്ന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുക, ഒരു മിടുമിടുക്കൻ എന്തൊരു ഭംഗിയായിട്ട് അറിയോ ചാർത്തിരിക്കണത്. ചാർത്തിയത് കണ്ടാൽ തന്നെ സന്തോഷം, അത്ര ഭംഗിയായിട്ട്. കാല് പിണച്ച് വെച്ചിട്ടുണ്ട്, പിണച്ച് വെച്ച രണ്ട് കാലുമ്പിൽ അതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കൊമ്പേനോട് ഇങ്ങനെ പറ്റിക്കട്ടെ, ഒരു മിടുമിടുക്ക കാണാൻ തന്നെ ഇതൊക്കെ സൗന്ദര്യം, അത്ര ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, നടുവിലൊരു ഗോപി തിലകം, കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈയോടുകൂടി പൊന്നോടക്കോട് വിളിച്ചുകൊണ്ട് ഒരു മുരളീധരനായിട്ടാണ് ചാർത്തിരിക്കുന്നത്. സന്തോഷം കണ്ടാൽ തന്നെ അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത്. ആ ഓടക്കോട് ഇങ്ങനെ ചുണ്ടോടെ അടുപ്പിച്ച് വെച്ചിട്ട് വേണം ഗാനം പൊഴിക്കേണ്ട ഒരു മുരളീധരൻ, നല്ല ഭംഗിയുണ്ട്. ചെവിയിൽ ചെരിപ്പൂക്കൾ, നെറ്റീമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടു കൂടി മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. ചന്ദനം കൊണ്ട് എങ്ങനെ കിരീടം ചാർത്തിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട്. മുഖം ചന്ദനം കൊണ്ടാ ചാർത്ത, കിരീടം ചന്ദനം കൊണ്ടാ ചാർത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു പീലിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട്. അടിത്തൊട്ട് മുടി വരെ ഒരേ അനുപാതത്തിൽ നല്ല രസമായിട്ടൊരു ഉണ്ണി കാണാൻ, കണ്ടാൽ തന്നെ സന്തോഷവും, അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത്. തിരുമുടിമാല ഒരെണ്ണാണ് ചാർത്തിരിക്കണത്, തെച്ചിയും തുളസിയായിട്ടുള്ള തിരുമുടിമാല. കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ടുണ്ടമാലകൾ ചാർത്തിയിട്ടിട്ട്, ഒന്ന് താമരയും തുളസിയും, ഒന്ന് തെച്ചിയും തുളസിയായിട്ട്, അങ്ങനെ. അതുപോലെ തിരുമുടിമാലയുടെ മോള് വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. വിധാനമായിട്ട് താമര, തുളസി, തെച്ചി, തുളസി, വെളുത്ത പൂവും തുളസിയായിട്ട്. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂവുണ്ട് 2 പിന്നെ വലിയ താമര മാത്രമായിട്ട് 1, അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷമായി. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണി എന്ത് ഭംഗിയറിയോ കാണാൻ, കണ്ടാലും മതിയാവില്ല, അത്ര രസമായിട്ട് ആ കണ്ട് നിൽക്കാൻ തോന്നും, അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ആ രൂപം ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞ് വരണേ, സന്തോഷമാണ്. നാരായണ. ഗുരുവായൂരപ്പ. അന്നം പൊന്ന് പശുക്കൾ മന്നവപഥം വിണ്ണെന്ന സൗഖ്യങ്ങളെ കണ്ണൻ തൻ തിരുമുമ്പിൽ വന്നു പലരും ചോദിച്ചു മേടിക്കവേ, ഒന്നും ഞാൻ പിശകാതെ നിന്ന നില കണ്ടാശ്ചര്യമായി കാണികൾക്കെന്നാൽ ഞാൻ ഭഗവാന്റെ തന്നെ മകനാണെന്നുള്ളതാരോർത്തിടും. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. തിലകത്തതാ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടക്കോളം വിളിച്ച് നല്ല ഭംഗിയായിട്ട്, എല്ലാ സന്തോഷവും കണ്ടാൽ തന്നെ ചാർത്തിയത് കണ്ടാൽ അത്ര രസമായിട്ടുള്ളൊരു ഉണ്ണിക്കണ്ണൻ. ആ പൊന്നോടക്കോളം വിളിച്ച് ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും അനുഗ്രഹിക്കാൻ തയ്യാറായതുകൊണ്ട് നല്ല മന്ദസ്മിതത്തോടു കൂടി മിടുമിടുക്കനൊരു ഉണ്ണി. ഗുരുവായൂരപ്പ ആ രൂപം ഇങ്ങനെ മനസ്സിലാലോചിക്കുമ്പോൾ തന്നെ സന്തോഷമാവും. ആ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക, 2 തൃപ്പാദം മുറുകെ പിടിക്കുക. കണ്ണൻ്റെ 2 തൃപ്പാദം ഭക്തന്മാരായ നമുക്കുള്ളതാണ്. ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കുക, ആ പുഞ്ചിരി തൂക്കിയും കൊണ്ട് ഉടക്കോളിൽ വിളിക്കുക. രസമാവണില്ലേ, സന്തോഷമാവണില്ലേ എന്നതാണ് ഭാവം മുഖത്ത്, അത്ര രസമായിട്ട്. ആ തിരുമുഖം നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. ആ എന്തൊരു അടി വെച്ചാൽ നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. നാമം ജപിക്കണകൊണ്ടേയിരിക്കുന്ന ഒരു ആനന്ദമാണ്. പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ച ആനന്ദത്തോടു കൂടി നാമം ജപിച്ചോളൂ, ഉറക്ക നാമം ജപിച്ചോളൂ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 ഹരേ ഹരേ.